ഇപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് തിരക്കായിരുന്നു കാലത്ത് മുതൽ. കാരണം സിനോബയുടെ പല്ലൊക്കെ പറിച്ചിരിക്കുകയാണ്. ഇവിടെ ഉള്ള 2 പല്ലെടുത്തിട്ടിരിക്കുകയാണ്. ആൾ ഭയങ്കര ഇച്ചിരി ഷോക്കായിട്ടിരിക്കുകയാണ്. ആളകത്തുണ്ട് കേട്ടോ. ഇപ്പോൾ വരും. അതിൻ്റെ അകത്തുള്ള പഞ്ഞൊന്നും കളഞ്ഞിട്ടില്ല. അങ്ങനെ 2 പല്ല് എടുത്തിട്ടുള്ള അതൊന്നും കളഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും ആൾ വരുന്നുണ്ട്. വന്നു വരൂ. എന്തായാലും ഇന്ന് തന്നെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഉത്തരമൊക്കെ കിട്ടുമെന്ന് അറിയാലോ. അവിടെ വീറിങ്ങിയിരിക്കണല്ലോ. എന്ത് തോന്നുന്നു? എന്തായാലും ആള് സംസാരിക്കൂല. ഇപ്പം ഇവിടെ മറ്റൊരാളുണ്ട്, നമ്മൾ ഷെർവിനുണ്ട്. ആളുടെ കളി സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ കയ്യിൽ. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ നമ്മൾ പോയി അല്ലേ? ഇന്ന് കാലത്ത് തന്നെ ഞങ്ങൾ പോയി. ആൾക്ക് ചെറുതായിട്ട് പനിക്കലൊക്കെ ഉണ്ട്, ചെറിയൊരു പനിയൊക്കെ ഉണ്ട്. സ്റ്റിച്ചിട്ടുണ്ട് ആളുടെ ഇവിടെ, അല്ല ഇപ്പറയല്ലേ, അപ്പുറം ഇവിടെ ഓക്കെ. സ്റ്റിച്ചിട്ടിട്ടുണ്ട്. കാരണം 2 എണ്ണം എടുത്തതിൽ ആളുടെ ഈ പല്ല്, മുടി ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണിപ്പോൾ. ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് അത് കണ്ടാൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ കാൽസ്യക്കുറവ്, വൈറ്റമിൻ D3 അന്ന് ചെക്ക് ചെയ്തതിനപ്പോൾ ഭയങ്കര കുറവായിരുന്നു. എന്നിട്ട് നമ്മൾ അതിനുള്ള മരുന്നൊക്കെ ചെയ്തു, എന്നാലും അങ്ങോട്ട് ഏക്കണില്ല, അങ്ങോട്ട് ശരിയാവുന്നില്ല. പല്ലിന് ബലമില്ല അല്ലേ? പല്ലിങ്ങനെ പൊട്ടി പോണ്. ഇപ്പം എൻ്റെ കയ്യാവുന്ന ഒരു നേരം അങ്ങോട്ട്, കാരണം നമ്മൾ ആണുങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ സ്ത്രീകൾക്ക് അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഷോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന പഞ്ഞി ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ എടുത്ത് കളയാമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നാളെ മുതൽ ഉപ്പുവെള്ളം ഇങ്ങനെ കവിൾക്കൊള്ളണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറു ചൂടുള്ള ഉപ്പുവെള്ളം കവിൾക്കൊള്ളണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഷെർവിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടാ. ഇന്ന് സ്കൂളിൽ വിട്ടില്ല, കാരണം ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല. പിന്നെ ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇന്ന് പറിക്കുന്നത്. കാരണം ഇന്ന് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് അവിടെ ചെന്നത്. 9 മണിക്ക് എല്ലാം പറഞ്ഞു, 9:15 ചെന്നപ്പോൾ. അതിന് കാരണം കുട്ടി ഒന്ന് എഴുന്നേറ്റ് വന്നപ്പോഴൊക്കെ കുറച്ച് സമയം എടുത്തു. ഞങ്ങളും ഇച്ചിരി ലേറ്റായിട്ട് എഴുന്നേറ്റ്. എന്നിട്ട് 9:15 അവിടെ എത്തി. 10:45 നമ്മുടെ നമ്പർ വന്നു. പറിക്കുമെന്ന് വിചാരിച്ചില്ല, കാരണം സാധാരണ 11 മണി കഴിഞ്ഞാൽ അങ്ങനെ പറിക്കാറില്ലല്ലേ. പക്ഷേ 10:30 അത് പറിച്ചു. അപ്പം അതിൻ്റെ വിഷമത്തില്ല. പിന്നെ ഇപ്പോൾ 2-3 ദിവസത്തേക്ക് എടപ്പറമ്പിൽ ഫാംസിൽ വീഡിയോയ്ക്ക് സിനോബിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അല്ലേ സിനോബി? പിന്നെ വീഡിയോയ്ക്ക് എന്നിട്ട് പിന്നെ കുറച്ച് നേരം ആദ്യം മരവിച്ചില്ല എന്നല്ലേ അല്ലേ? ആദ്യം മരവിച്ചില്ല. അപ്പോൾ കാരണം അതെന്തോ പല്ലിൻ്റെ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞേ. അതുകൊണ്ട് തന്നെ ആദ്യം മരവിച്ചില്ല. പിന്നെ കാരണം ആദ്യം മരവിക്കാത്ത. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 4 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ആദ്യം അല്ലേ? ആദ്യം പറഞ്ഞു 4 ദിവസം കഴിഞ്ഞിട്ട് വാ, നമുക്ക് എന്നിട്ട് പറിക്കാമെന്ന് പറഞ്ഞു. കാരണം മരവിക്കാത്തത് ഇൻഫെക്ഷൻ ആയിരിക്കും, അതായിരിക്കും ഇതായിരുന്നു പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വിട്ട് ഞങ്ങൾ ആ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ സിനോബി പറഞ്ഞു ഇപ്പം മരവിക്കണ്ട്, ഇപ്പം ഒന്നും മനസ്സിലാവണമെന്ന് പറഞ്ഞു. അവർ രണ്ടാമതും തിരിച്ച് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇപ്പം മരവിച്ചിരിക്കുകയാണ്, പറിച്ചോ ഞാൻ റെഡിയാന്ന് പറഞ്ഞു. ആളപ്പം തന്നെ കയറ്റി അപ്പം തന്നെ പറിച്ചെടുത്തു. ഇന്ന് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇടാറുണ്ടോ ഇവിടെ എടപ്പറമ്പിൽ ഫാംസിലെ. വേറൊന്നുമില്ല, ഇങ്ങനെ ആളെ ഇതുപോലെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ. കാരണം ഇതിപ്പോൾ സ്റ്റിച്ചിട്ടുണ്ട്, ചെറിയൊരു മൈനർ ഓപ്പറേഷനല്ല. അപ്പം ഇതൊരു മൈനർ ഓപ്പറേഷന് വേണ്ടിയിട്ട് കയറ്റിയപ്പോൾ ഞാനും എൻ്റെ മകൻ, അവനന്ന് 1.5 വയസ്സുള്ളൂ, ഒന്നിപ്പോൾ അവൻ 5 വയസ്സിന് മുകളിലുണ്ട്. അപ്പോൾ 1.5 വയസ്സുള്ള എൻ്റെ മകനെ കൊണ്ട് ഞാനിങ്ങനെ പുറത്തിറങ്ങി നിൽക്കാറ്. കാരണം വെച്ചാൽ വൈഫിൻ്റെ പുറത്ത് ചെറിയൊരു മുഴ. അന്ന് ഞങ്ങൾ യൂട്യൂബറൊന്നുമല്ല, ചെറിയൊരു മുഴ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു പേടി. അപ്പോൾ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ തന്നെ അല്ല, ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആ മുഴ ഉണ്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ട് പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്തു. പിന്നെ അത് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് അല്ല, മീൻസ് കൾച്ചർ ചെയ്യാൻ കൊടുത്തു അല്ലേ? ആദ്യം അതല്ല, ഇവിടെ ബ്രസ്റ്റിന്റെ പ്രശ്നമായിരുന്നു. ബ്രസ്റ്റിന് ഭയങ്കര പ്രശ്നമായിരുന്നു, കുരു എന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഇതും കൂടി കാണിച്ചു. അങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമ്മൾ റിസൾട്ടൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ആകെ പേടിയായിരുന്നു. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ എന്താ ദൈവം അനുഗ്രഹിച്ചു, ഒരു കുഴപ്പമുണ്ടായില്ല. അതുപോലെ തന്നെയായിരുന്നു ഇന്നും ഞാനും കുട്ടിയുടെ പുറത്തുനിന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത്
സ്ഥലം പല്ലൊക്കെ പറിച്ച് ആള് സമാധാനമായിട്ട് ഇറങ്ങി വന്നു. എന്നാലും ആൾക്ക് വേദനയുണ്ട് അല്ലേ? അത്യാവശ്യം വേദനയുണ്ട്. കാരണം 2 എണ്ണം എടുത്തേണേ, ഒരെണ്ണമല്ല 2 എണ്ണം. അപ്പം ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ന്യൂട്രീഷനൊന്ന് കാണണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഡോക്ടർ ഇങ്ങനെ ആളുടെ മുടിയും പല്ലൊക്കെ ഭയങ്കര അൺഹെൽത്തിയാണ്, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു 5 ദിവസം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് എടുക്കണം. അപ്പോൾ സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂട്രീഷനെ കാണാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് പല്ലൊക്കെ എടുത്ത് ഇനി ഒരു 2-3 ദിവസത്തേക്ക് ആള് സംസാരിക്കില്ല. റൈറ്റ്, അധികമില്ല, ചെറുതായിട്ട് സംസാരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.